മാഡം, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം അപസ്മാരത്തെക്കുറിച്ചാണ്. മാഡം, എന്താണ് ഈ അപസ്മാരം? അപസ്മാരം എന്ന് വെച്ചാൽ നമ്മുടെ മസ്തിഷ്കിൽ പ്രവർത്തനം മാറി വരുമ്പോഴത്തേന് വരുന്ന ഒരു രോഗമാണ്. അതിൻ്റെ ഒരു രോഗലക്ഷണമായി നമ്മൾ ഈ ഫിറ്റ്സ് അല്ലെങ്കിൽ ജന്നി എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ സാധാരണ ഉള്ള ജീവിതത്തിൽ നമ്മൾ കഴിക്കുക അല്ലെങ്കിൽ നമ്മൾ നടക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേന് നമ്മുടെ മസ്തിഷ്കിലുള്ള വിദ്യുത് ധാരകൾ ഒരു നോർമൽ രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ തലയിലുള്ള ഞരമ്പുകൾ എല്ലാം ഒരുമിച്ചല്ല പ്രവർത്തിക്കുന്നത്. അപ്പോൾ ചില ഏരിയയിലുള്ള ഞരമ്പായിരിക്കും കൂടുതൽ പ്രവർത്തിക്കുന്നത്, ചില ഏരിയയിലുള്ളത് കുറവായിരിക്കും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ അപസ്മാരത്തിൽ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മസ്തിഷ്കം മുഴുവനായിട്ടുള്ള ഏരിയയിൽ ഉള്ള ഞരമ്പുകൾ ഒത്തിരി കൂടുതലായിട്ട് പ്രവർത്തിക്കും. അങ്ങനെ ആകുമ്പോഴത്തേന് അത് ഫിറ്റ്സ് അല്ലെങ്കിൽ ജന്നിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പം സാധാരണ നമ്മൾ അപസ്മാരം കാണുന്നത് അല്ലെങ്കിൽ ടി വിയിലൊക്കെ നമ്മൾ കാണുന്നത് ബോധം അടിച്ച് വീഴുക, പിന്നെ കയ്യും കാലും ഇട്ട് അടിക്കുക, ആള് ചിലപ്പം പത വരും, വായിന്ന് ഒത്തിരി നേരം ബോധം പോയിരിക്കും. അങ്ങനെയുള്ള സാധാരണ രീതിയിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ അപസ്മാരം തന്നെ വേറെ വേറെ രീതിയിലുണ്ട്. ചിലർക്ക് ചെറിയ രീതിയിൽ വരാം, ചിലപ്പോൾ കൂടുതലായിട്ടുള്ള രീതിയിൽ വരാം. ചിലപ്പോൾ ഈ കയ്യും കാലിട്ട് അടിക്കുകയൊന്നും നമ്മൾ കാണില്ല, ജസ്റ്റ് വീഴുവേ ഉള്ളൂ ആള്. ചിലപ്പോൾ നമ്മൾ കാണുന്ന സഡനായിട്ട് ജസ്റ്റ് ബ്ലാങ്ക് ആവും. ആള് സംസാരിക്കൊണ്ടിരിക്കുമ്പം സഡനായിട്ട് ബ്ലാങ്ക് ആവും, കുറച്ച് നേരം കഴിഞ്ഞായിരിക്കും ബോധം തിരിച്ചു വരുന്നത്. എസ്പെഷ്യലി ചെറിയ കുട്ടികളിൽ നമുക്ക് കാണാനായിട്ട് പ്രയാസം വരുന്നത്, നമുക്ക് ഈ ഡയഗ്നോസ് ചെയ്യാനായിട്ട് പ്രയാസം വരുന്നത് ചെറിയ കുട്ടികളാണ്. ബിക്കോസ് അവർ പറയുമില്ല ഇങ്ങനെ പ്രയാസം ഉണ്ടെന്ന്. ആൻഡ് അവരുടെ പ്രയാസങ്ങൾ യൂഷ്വലി നമ്മൾ കാണുന്നത് ചെറിയ രീതിയിലായിരിക്കും. അപ്പോൾ ചിലപ്പം ടീച്ചറായിരിക്കും പറയുന്നത് ഈ പഠിത്തത്തിൽ മോശമാകുന്നുണ്ട്, അറ്റൻഷൻ കൊടുക്കുന്നില്ല ക്ലാസ്സിൽ, സഡനായിട്ട് ഇങ്ങനെ സ്റ്റക്കായി പോലെയൊക്കെ ആയിരിക്കുക. അങ്ങനെയുള്ള രീതിയിലും നമ്മൾ അപസ്മാരം കാണാറുണ്ട്. മാഡം, ഈ അപസ്മാരം എന്ന രോഗത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് വരാൻ? ഇപ്പോൾ ഈ സാധാരണ ഒരു ഹാർട്ടിൻ്റെ അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ ECG എടുത്ത് കാണും. അതിനകത്ത് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാകുമ്പോൾ ചിലപ്പം നെഞ്ചുവേദന വരാം, നെഞ്ചിടിപ്പ് വരാം, ബോധം പോകാം. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിലുള്ള പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസം വരുമ്പോഴായി അപസ്മാരം വരുന്നത്. അപ്പം ഇത് വേറെ വേറെ കാരണങ്ങൾ കൊണ്ട് വരാം. ഇതർ മസ്തിഷ്കിൽ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, ഇപ്പം ജന്മനാ തന്നെ ആളിന് ഏതെങ്കിലും ഒരു ഭാഗം, മസ്തിഷ്കിലെ ഒരു ഭാഗം പ്രോപ്പറായിട്ട് വികസിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ആ ഏരിയയിൽ നിന്ന് ഇങ്ങനെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ നോർമലായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്യാൻ ഒക്കത്തില്ല ആളിന്. ആൻഡ് ഫിറ്റ്സ് പോലെ ആയിരിക്കും അവർക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ചിലർക്ക് നമ്മൾ കാണും ദാറ്റ് അവർക്ക് കുറച്ച് ശേഷം ചിലപ്പം ആക്സിഡൻ്റ് ഒക്കെ സംഭവിച്ച് അല്ലെങ്കിൽ സ്ട്രോക്ക് സംഭവിച്ച് എന്തെങ്കിലും ഒരു അടയാളം വരും തലയിൽ. അത് കുറച്ച് കഴിഞ്ഞ് അവിടെ ഒരു പാട് പോലെ വന്നിട്ട് ആ പാടിയിൽ നിന്ന് അപസ്മാരം വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ആ സ്ട്രക്ചറൽ കോസ് എന്ന് വെച്ചാൽ ബ്രെയിൻ തന്നെ ഉണ്ടാകുന്ന ചില കോസസ്. പിന്നെ ആ ചില മെറ്റബോളിക് കോസസ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ബോഡിയിൽ സോഡിയം കുറവാണെങ്കിൽ നമ്മുടെ ബ്രെയിനിന് തന്നെ അതിൻ്റെ ഒരു വിദ്യുത് ധാരകൾക്ക് പ്രശ്നങ്ങൾ വന്നിട്ട് അപസ്മാരം വരാൻ സാധ്യതയുണ്ട്. ഷുഗർ താന്നു പോവുകയാണെങ്കിൽ, ഒത്തിരിയും താന്നു പോവുകയാണെങ്കിൽ ചിലപ്പോൾ അപസ്മാരം വരാം. പിന്നെ ചിലർക്ക് ഈ ചെറുപ്രായത്തിൽ നമ്മൾ പനി വരുന്ന ഫിറ്റ്സ് അറിയാമല്ലോ, ഈ ഫിബ്രൈൽ സീഷേഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ആ ചില ജനറ്റിക് കോസസ് എന്ന് വെച്ചാൽ ഫാമിലി ഒരു ഹിസ്റ്ററി കാണും. പിന്നെ ആളിന് ഒരു പർട്ടിക്കുലർ ഏജിലായിരിക്കും ഈ ഫിറ്റ്സ് വരാൻ തുടങ്ങുന്നത്. ചിലർക്ക് ഈ കുറച്ച് നാൾ കഴിഞ്ഞ് ഫിറ്റ്സ് കുറഞ്ഞും വരും, ചിലർക്ക് അത് തുടർന്നിരിക്കും. ചിലർക്ക് ചില അസുഖങ്ങളായിട്ട് സ്ട്രക്ചറലും പിന്നെ ഈ മെറ്റബോളിക് കോസസുമായിട്ട് കമ്പൈൻ ചെയ്ത ഒരു ഇഫക്റ്റ് ആയിരിക്കും അപസ്മാരമായിട്ട് നമ്മൾ കാണുന്നത്. പിന്നെ ചിലതിന് നമ്മൾ കാരണമൊന്നും കണ്ടുപിടിക്കാൻ ഒക്കാത്ത ചില കാരണങ്ങളുണ്ട്. അതിന് ഇഡിയോപ്പത്തിക് എപ്പിലെപ്സി എന്നാണ് നമ്മൾ പറയുന്നത്. മാഡം, ഈ കുഞ്ഞു കുട്ടികളിൽ കാണപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. ഈ കൂടുതലായും കുഞ്ഞു കുട്ടികളിൽ തന്നെയാണ് നമ്മളിത് കാണുന്നത്, അതോ കുറച്ചുകൂടെ പ്രായമായ കൗമാരക്കാർക്ക്? ഈ അപസ്മാരം ഏത് ഏജിൽ തന്നെ വരാം. ചെറുപ്രായമുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ കുഞ്ഞ് ജസ്റ്റ് ഉണ്ടായ കുട്ടിക്കും ഉണ്ടാകാം, അല്ലെങ്കിൽ വളരെ വയസ്സായുള്ള 80-90 ഇയേഴ്സ് ഉള്ള ആളിനും ആദ്യമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുഞ്ഞിൻ്റെ ബ്രെയിൻ എന്ന് വെച്ചാൽ അത് കൂടുതൽ സസെപ്റ്റബിളാണ്. എന്ന് വെച്ചാൽ
എന്തെങ്കിലും കാരണമുണ്ട് ഫിറ്റ്സ് വരാൻ ഉണ്ടെങ്കിൽ അത് കൂടുതൽ ഫിറ്റ്സ് വരാനുള്ള സാധ്യതയുണ്ട് കുഞ്ഞുങ്ങൾക്ക്. ഇതിനൊരു കാരണമുണ്ട് എന്നുവെച്ചാൽ ജസ്റ്റ് ഉണ്ടായ കുഞ്ഞ് അവരുടെ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി ഒത്തിരിയും കൂടുതലാണ്. അവർക്കുള്ള മസ്തിഷ്കിലുള്ള ഞരമ്പുകളുടെ നമ്പർ ഒത്തിരിയും കൂടുതലാണ് സാധാരണ നമ്മളെയൊക്കെ കാട്ടിലും ഉള്ളതാണ്. ആൻഡ് ഈ ബ്രെയിനിൻ്റെ വികസനം നമ്മൾ അഡ്വർടൈസ്മെൻറ്റിലൊക്കെ കാണത്തില്ല, ഒരു 5 വയസ്സ് വരെ ഈ ബ്രെയിനിൻ്റെ ഈ വികസനം നടന്നുകൊണ്ടിരിക്കുക. സോ അങ്ങനെയുള്ളതാവുമ്പോഴത്തേന് ഈ ഒത്തിരിയും ഞരമ്പുകളുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു ഇൻ്റർ കണക്ഷനും ഒത്തിരി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചെറിയ രീതിയിൽ ചിലപ്പം പനി വന്നാൽ തന്നെ ഈ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി ഒത്തിരിയും കൂടിയിട്ട് ഈ വിദ്യുത്ധാരകൾ ഒത്തിരിയും കൂടിയിട്ട് അപസ്മാരമായിട്ട് നമ്മൾ കാണാം. ഇൻഫാക്റ്റ് ഒരു മാസത്തിന് കൊച്ചായിട്ടുള്ള പിള്ളേർക്ക് ഫിറ്റ്സ് വന്നാൽ നമ്മൾ അതിന് അപസ്മാരം എന്നല്ല പറയുന്നത്. അതിന് ഈ ജന്നി എന്ന് നമുക്ക് പറയാം, പക്ഷെ അപസ്മാരം നമ്മൾ പറയില്ല. എപ്പിലെപ്സി എന്ന് പറഞ്ഞ് നമ്മൾ പറയില്ല. ബിക്കോസ് അതുകൊണ്ട് പിന്നെയും ഫിറ്റ്സ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടെന്ന് അങ്ങനെ നമുക്ക് പറയാൻ ഒക്കത്തില്ല. അപ്പം ചെറുപ്രായത്തിലാണ് കൂടുതലും കാണുന്നത്. പക്ഷേ ചില അപസ്മാരങ്ങൾ ചില ഏജിലാണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. ഇപ്പോൾ ഒരു 7-8 വയസ്സുള്ള ഒരു ആളുണ്ടെങ്കിൽ ചിലപ്പം ചില പർട്ടിക്കുലർ രീതിയിലുള്ള അപസ്മാരം അവരിൽ കൂടുതലാണ് കാണുന്നത്. 16-18 വയസ്സിൽ വേറെ ഒരു ടൈപ്പുള്ള ഒരു ഞെട്ടലുമായിട്ട് വരുന്ന ഒരു എപ്പിലെപ്സി ആയിരിക്കും കൂടുതലും നമ്മൾ കാണുന്നത്. പിന്നെ കുറച്ച് പ്രായം കഴിഞ്ഞ് ഉള്ള ആൾക്കാർ ഒരു 20-25 വയസ്സിലും ചില അപസ്മാരങ്ങൾ നമ്മൾ കാണാറുണ്ട്. പിന്നെ ഈ സ്ട്രോക്ക്, ബ്രെയിൻ ട്യൂമറൊക്കെ അത് ഏത് പ്രായത്തിലും വരാം. സോ അതുകൊണ്ട് വരുന്ന അപസ്മാരം ഏത് പ്രായത്തിലും വരാം. കുറച്ച് ഏജായിട്ട് ആ അപസ്മാരം വരുവാണെങ്കിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത് ഇത് അപസ്മാരം ആണോ, അതോ ജസ്റ്റ് ജന്നി വന്നത് എന്തെങ്കിലും കാരണം കൊണ്ടാണോ, ഈ സോഡിയം കുറവ് കൊണ്ടോ ഷുഗർ കുറവ് കൊണ്ടാണോ വന്നേക്കുന്നത്, അതോ ഇത് ജന്നി തന്നെയല്ല, ഒരു തലകറക്കം വന്ന് വീണതാ, ഓക്സിജൻ സപ്ലൈ ബ്രെയിനിലോട്ട് കുറഞ്ഞതാ, ഹാർട്ടിൻ്റെ കണ്ടീഷൻ കൊണ്ട് ഓക്സിജൻ സപ്ലൈ ബ്രെയിനിലോട്ട് കുറഞ്ഞിട്ട് അപസ്മാരമായിട്ട് നമ്മൾ കാണുന്നതാണോ, ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. പക്ഷേ ഏത് പ്രായത്തിലും നമ്മളിത് കാണാം. കൂടുതലും നമ്മൾ കാണുന്നത് ചെറുപ്രായത്തിലും കുറച്ചുകൂടെ ഓൾഡർ ആയിട്ടുള്ള ആൾക്കാർ. മാഡം, ഈ ഒരു അപസ്മാരം വരുന്നത് ഒരു കുഞ്ഞിന് പനി വന്നപ്പോൾ അപസ്മാരം വരാമെന്ന് പറഞ്ഞു. 1-2 പ്രാവശ്യം ഇത് കണ്ടാൽ കുട്ടിക്ക് അപസ്മാര രോഗിയാണെന്ന് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. പക്ഷേ അത് പ്രോപ്പറായിട്ടുള്ളൊരു ഹിസ്റ്ററി വേണം അതിന്. ഈ നല്ലപോലെ പനി കൂടിയിട്ട് വരുന്ന ചില ഫിറ്റ്സ് ഉണ്ട്. ആൻഡ് ഈ ഫുള്ളായിട്ട് വരുന്ന ഒരു ഫിറ്റ്സ് എന്ന് വെച്ചാൽ 2 കൈയും 2 കാലിനും ഐദർ ബലം പിടിക്കുക അല്ലെങ്കിൽ കൈയും കാലിട്ട് അടിക്കുക, ആ രീതിയിൽ വരുന്ന ആണെങ്കിൽ, ആൻഡ് ഒരു ടിപ്പിക്കൽ ഫിബ്രൈൽ സീജർ എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പ്രോപ്പർ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ കണ്ടിട്ടാണെങ്കിൽ അതിനായിട്ടൊരു കൂടുതൽ അപസ്മാരം പിന്നെ ചെന്ന് വരാനുള്ള സാധ്യതയൊന്നും നമുക്ക് പറയാനില്ല. പക്ഷേ ഇതൊക്കെ നമ്മൾ ഡോക്ടർ തന്നെ ആ രോഗിയെ നോക്കണം. നമ്മൾ ചോദിക്കുമ്പോഴത്തേന് ഒരു കൈ മാത്രം അനക്കിക്കൊണ്ടിരിക്കുമായിരുന്നു, അതാ ഒരു അപസ്മാരത്തിൻ്റെ ലക്ഷണമെങ്കിൽ ചിലപ്പം മസ്തിഷ്കിൽ എന്തെങ്കിലും ഒരു അടയാളം കാണും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കാണും, നമ്മൾ മിസ്സായി പോകുന്നത്. അല്ലെങ്കിൽ ഒത്തിരി നേരം നിന്ന് ഒരു അപസ്മാരമോ ഒരു 30 മിനിറ്റായിട്ട് അപസ്മാരം ഉണ്ടായിരുന്നു, ബോധക്കുറവല്ല, അപസ്മാരം തന്നെ, ഈ സ്റ്റിഫായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ കൈയും കാലും ഇട്ട് അടിക്കുന്നത് തന്നെ അത്രയും നേരം ഉണ്ടായിരുന്നെങ്കിൽ അത് ഒരു സാധാരണ ഒരു പനി വന്ന ഫിറ്റ്സായിട്ട് നമുക്ക് എടുക്കാൻ ഒക്കുന്നില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പനി വന്ന ഫിറ്റ്സായിട്ട് വരുമ്പം ഇൻഫെക്ഷൻ ഒരു സസ്പിഷൻ ഉണ്ടെങ്കിൽ, വെച്ചാൽ നല്ല പനിയുണ്ട്, വേറെ ചില കാര്യങ്ങൾ നമ്മൾ മെനിഞ്ചൽ സൈൻസ് എന്ന് അതിന് പറയുന്നത്, അതൊക്കെ നമ്മൾ കാണുവാണെങ്കിൽ മെനിഞ്ചൈറ്റിസ് സസ്പെക്ട് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ പിന്നെയും ഫിറ്റ്സ് വരാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ഒരു സാധാരണ ഫിബ്രൈൽ സീഷേഴ്സ് എന്ന് വെച്ചാൽ പനി വന്ന് വരുന്ന ഫിറ്റ്സ് ഒരു നോർമലായിട്ടുള്ള രീതിയിൽ തന്നെയാണ് വരുന്നെങ്കിൽ പിന്നെയും വരാൻ സാധ്യതയില്ല. ഇൻഫാക്ട് നമ്മൾ ഒരു തുടർന്നായിട്ടുള്ള ഒരു മെഡിസിൻ കൊടുക്കത്തേ ഇല്ല അതിന്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ സാധാരണ വരുന്ന പനി വരുന്ന ഫിറ്റ്സിന് നമ്മൾ യൂഷ്വലി EEG MRI ഒന്നും തന്നെ പറയില്ല. പക്ഷെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഡോക്ടർ അത് ചോദിക്കും. അതിനകത്ത് എന്തെങ്കിലും നമ്മൾ അടയാളം കാണുവാണെങ്കിൽ ചിലപ്പം മെഡിസിൻ തുടങ്ങും, പിന്നെ ചെന്ന് അവർക്ക് അപസ്മാരമായിട്ടൊരു രോഗമായിട്ട് വരാനും സാധ്യത കൂടുതൽ. ഡോക്ടർ, ഈ കുട്ടികളിൽ കാണുന്ന അപസ്മാരം വീട്ടുകാർ ആശങ്കപ്പെടും.
അവരാദ്യം കുട്ടിയെ പീഡിയാട്രീഷ്യനെയാണോ കാണിക്കേണ്ടത്, ഒരു ന്യൂറോളജിസ്റ്റിനെയാണോ ആദ്യം കാണിക്കേണ്ടത്? ഈ കുട്ടികളെ അപസ്മാരം മാത്രമല്ല, അവർക്ക് ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ഒന്ന്, ചിലർ ഈ ശ്വാസം പിടിച്ചു നിർത്തും. ശ്വാസം പിടിച്ചു നിർത്തിയിട്ട് അവർ ആദ്യം രക്തമൊന്നും ഇല്ലാത്ത പോലെ തോന്നും. ചിലർക്ക് ബ്ലൂ ആയി പോവും, നീല നിറമൊക്കെ വരും. അപ്പോൾ അവർ പേടിച്ചു പോകും ഇത് അപസ്മാരം ആണോ ഇല്ലയോ. ഇതിന് ചിലപ്പോൾ ഈ ബ്രെത്ത് ഹോൾഡിങ് സ്പെല്ലായിരിക്കും ഇത്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തന്നെ വേറെയാണ്. സോ അത് ആദ്യം നമ്മൾ നോക്കേണ്ടത്. ആൻഡ് അതൊരു പേരൻറ്റിനോട് പറയുക അത് ഡയഗ്നോസ് ചെയ്യാനായിട്ടൊന്നും പോസിബിൾ അല്ല. അപ്പം ചിലപ്പോൾ അവർക്ക് ആദ്യമായിട്ട് കാണിക്കേണ്ട ഒരു പീഡിയാട്രീഷ്യനായിരിക്കും പിന്നെ റിഫർ ചെയ്യുന്നത്. പിന്നെ ചിലർക്ക് ഈ ഛർദിൽ ഒത്തിരിയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ചിലർക്ക് ഛർദിൽ വന്നിട്ട് ഒരു നീണ്ട രീതിയിൽ ബോധക്കുറവൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് ചില അപസ്മാരത്തിൽ കാണാറുണ്ട്. അത് പീഡിയാട്രീഷ്യൻസിനും കണ്ടുപിടിക്കാനായിട്ട് ഒക്കുന്ന ഒരു സാധാരണ രീതിയുള്ളൊരു ഛർദിലല്ലായിരിക്കും അത്. അപ്പോൾ അവർ യൂഷ്വലി ന്യൂറോളജിസ്റ്റിന് റിഫർ ചെയ്യും. എല്ലാ ചെറിയ കാര്യത്തിനും ന്യൂറോളജിസ്റ്റിന് പോകണമെന്നില്ല, പക്ഷെ ഒരു ഡെഫിനറ്റ് ആയിട്ട് ഒരു ഡൗട്ട്ഫുൾ ഡയഗ്നോസിസ് ഉണ്ടെങ്കിൽ നമ്മൾ കാണുന്നതല്ല. ഈ അപസ്മാരവും ഈ ഭക്ഷണ ക്രമീകരണവും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഡോക്ടർ? ഈ ചിലർക്ക് ഈ ഈറ്റിംഗ് എപ്പിലെപ്സി എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ കഴിക്കുമ്പം ഫിറ്റ്സ് വരും. പക്ഷെ അത് അത്ര കോമൺ ഒന്നുമല്ല. അത് ഈ എന്താണോ യൂട്യൂബിൽ കാണുന്നതൊക്കെ അത്രയേ ഉള്ളൂ. അത്ര കോമൺ ആയിട്ടുള്ള സംഭവമല്ല. പിന്നെ ചിലർക്ക് ഈ പിന്നെയും ഒത്തിരിയും പ്രാവശ്യം ഫിറ്റ്സ് വന്നുകൊണ്ടിരിക്കും. ജന്നി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എത്ര മെഡിസിൻ നമ്മൾ കൊടുത്തിട്ടും ചിലപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ ആകത്തില്ലാതെ വരും. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേന് ചിലപ്പം നമുക്ക് ഈ കീറ്റോജനിക് ഡയറ്റ് എന്ന് പറഞ്ഞൊരു ഡയറ്റുണ്ട്. അത് നമ്മൾ കൊടുക്കുന്ന ഈ ജന്നി ഇച്ചിരി കുറഞ്ഞു നിൽക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിസ് എന്ന് വെച്ചാൽ അവർ ഈ ആദ്യത്തെ കാലത്തൊക്കെ ഈ അപസ്മാരമുള്ള ആൾക്കാരെ ഒത്തിരി നേരം ഫാസ്റ്റിംഗ് ചെയ്യിപ്പിക്കുമായിരുന്നു. അങ്ങനെ ആകുമ്പോഴത്തേന് അവരുടെ ബോഡിയിൽ ഇങ്ങനെ ആസിഡ് ഉണ്ടായിട്ട് ആ ബ്രെയിനിൻ്റെ കൂടുതലായിട്ടുള്ള ഒരു പ്രവർത്തനത്തിനെ അവർക്ക് നിർത്താൻ ഒക്കുമായിരുന്നു. അതിൻ്റെ ഒരു ബേസിസ് എടുത്തായി കീറ്റോജനിക് ഡയറ്റ് വന്നേ. അപ്പോൾ അതിനകത്ത് അവർ ചെയ്യുന്ന ഈ ഫാറ്റ്സ് മാത്രം കൊടുക്കുക, കാർബോഹൈഡ്രേറ്റ്സ് ഒന്നും കൊടുക്കാതെ ഫാറ്റ്സ് മാത്രം കൊടുക്കുക. അത് നമ്മൾ നോർമലായിട്ടുള്ള രീതിയിലല്ല, അത് വളരെ കൂടുതലായിട്ടുള്ള രീതിയിലാണ്. എഗോ യോക്കും ബട്ടറും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കൂടുതൽ ഫാറ്റ്സ് കൊടുത്തിട്ട് നമ്മുടെ ബോഡിയിൽ ആസിഡ് പ്രൊഡക്ഷൻ കൂട്ടിയിട്ട് അതുകൊണ്ട് ഫിറ്റ്സ് കുറയ്ക്കാൻ നോക്കുക. പക്ഷെ അത് സാധാരണ നമ്മൾ ചെയ്യുന്ന റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു അപസ്മാരത്തിലാണ്. എന്ന് വെച്ചാൽ എത്ര മരുന്ന് കൊടുത്തിട്ടും നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഒക്കാത്ത ഒരു അപസ്മാരത്തിലാണ് നമ്മൾ നോക്കുന്നത്. അതിനകത്ത് ഡോക്ടർ, ഈ കുട്ടികളിൽ കാണുന്ന അപസ്മാരം അവർക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ടോ? ഈ നമ്മുടെ സൊസൈറ്റിയിൽ അപസ്മാരം ഉണ്ടെന്ന് നമ്മൾ പറയുമ്പോഴത്തേന് തന്നെ എല്ലാവരും നമ്മളെ നോക്കുന്ന വേറെ എന്തെങ്കിലും പ്രശ്നവും കൂടെ കാണും. ആൾക്കാർ തുറന്നൊന്നും പറയാറില്ല അപസ്മാരം ഉണ്ടെന്ന്. അത് തന്നെ ഒരു മാനസിക രോഗം ഉണ്ടാകാനുള്ള സാധ്യത. അല്ലാതെ കുട്ടികൾക്ക് പ്രശ്നമൊന്നും ഇല്ലായിരിക്കും. പക്ഷേ അവർ ഇങ്ങനെ സപ്പോസ് ഈ സ്കൂളിൽ ഇങ്ങനെ തലയിറങ്ങി വീണു, അപ്പം നെക്സ്റ്റ് ദിവസം സ്കൂളിൽ പോകുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർ അവരെ ഒരു ദീനക്കാരൻ്റെ ഒരു രൂപത്തിലാണ് നോക്കുന്നത്. എസ്പെഷ്യലി കുട്ടികൾക്ക് അത് ഇത്രയും ഫീൽ ആവും. അങ്ങനെ ആകുമ്പോഴത്തേനും അവർക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ഇഷ്യൂസും, ചിലപ്പം പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് പോവും, ചിലപ്പോൾ സ്കൂളിൽ പോകാനുള്ള ഒരു ഇൻട്രസ്റ്റ് പോവും. കുട്ടികളിൽ തന്നെയല്ല, മുതിർന്നവരിലും നമ്മൾ കാണുമ്പം അവരൊന്നും എത്ര ആൾക്കാർക്ക് ഫിറ്റ്സ് ഉണ്ട്, പക്ഷെ ആരും പറയാറില്ല. നമ്മൾ ഒരു ലോകത്ത് നോക്കിയാൽ ഒരു 10% ആൾക്കാർക്ക് എപ്പോഴെങ്കിലും അവരുടെ ജീവിതത്തിൽ ജന്നി വന്നിട്ടുണ്ട്. 10% എന്ന് വെച്ചാൽ 100 ആൾക്കാരെടുത്താൽ 10 ആൾക്കാർക്ക് വന്നിട്ടുണ്ട്, 10 ആൾക്കാർക്ക് വന്നിട്ടുണ്ട്. ആൻഡ് ഈ അപസ്മാരം എന്ന് വെച്ചാൽ പിന്നെയും ജന്നി വരുന്ന ഒരു രീതി ഒരു 4 തൊട്ട് 10 ആൾക്കാരിൽ നമുക്ക് കാണാം. ഒരു 1000 ആൾക്കാരിൽ ഒരു 10 ആൾക്കാരിൽ നമുക്ക് കാണാം. സോ ഇത്ര ഫ്രീക്വൻ്റ് ആയിട്ടുള്ളൊരു ഡിസീസാണ്. പക്ഷെ അത്രയൊന്നും മാനസിക രോഗമൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ. സോ സാധാരണ ഒരു എപ്പിലെപ്സി, കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു എപ്പിലെപ്സിക്ക് മാനസിക രോഗമൊന്നും വരേണ്ട ആവശ്യമില്ല. അവർക്ക് നോർമൽ ജീവിതം ജീവിക്കാം, അവർക്ക് നോർമലായിട്ട് കല്യാണം കഴിക്കാം. ഇപ്പോഴത്തെ മെഡിസിൻസ് കൊണ്ട് അവർക്ക് ഈവൻ ഈ പ്രഗ്നൻസിയിലും പോസ്റ്റ് പ്രഗ്നൻസി പാൽ കൊടുക്കാനൊന്നും പ്രശ്നം വരാറില്ല. പക്ഷേ നമ്മുടെ സൊസൈറ്റി, സമൂഹം അങ്ങനെയല്ല അതിനെ നോക്കുന്നത്. അതൊരു സ്റ്റിഗ്മ ആയിട്ടാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് അവർക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ഇഷ്യൂസൊക്കെ വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അപസ്മാരം കൊണ്ട് മനസ്സായ ഒരു രോഗമൊന്നും വരേണ്ട ആവശ്യമില്ല. അപ്പം ഡോക്ടർ, ഈ ഗർഭകാലത്ത് വരുന്ന അപസ്മാരം ഫീറ്റസിന് എന്തെങ്കിലും തകരാറുകൾ?
ഈ ഗർഭിണിയായ ഒരു കുട്ടിക്ക് മെയിനായിട്ടുള്ളത് ആദ്യം തൊട്ട് അപസ്മാരം ഉണ്ടെങ്കിൽ അത് മെയിനായിട്ട് കൺട്രോൾ ചെയ്തെടുക്കുക. ഇപ്പം മെഡിസിൻ ആണെങ്കിൽ അത് പ്രഗ്നൻസിക്ക് മുമ്പ് തന്നെ എന്തെങ്കിലും കുഞ്ഞിനെ ബാധിക്കാത്ത രീതിയിൽ ഉണ്ടായിട്ടുള്ള ചില മെഡിസിൻസ് ഉണ്ട്, അതിലോട്ട് ചേഞ്ച് ചെയ്യുക ആൻഡ് അത് കൺട്രോളിൽ വെക്കുക എന്നാണ്. ഇപ്പോൾ ഈ എന്തിനാണ് നമ്മൾ ഈ മെഡിസിൻ തുടരുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ പ്രഗ്നൻസിയിൽ വെച്ചാൽ ഗർഭകാലത്ത് ചിലപ്പോൾ ഫിറ്റ്സ് വന്നാൽ ഓക്സിജൻ കുറവ് ആവും കുട്ടിക്ക്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേന് ചിലപ്പം കുഞ്ഞിന് പ്രശ്നം വരാം. അതിനു വേണ്ടിയാണ് നമ്മൾ ഫിറ്റ്സിൻ്റെ മെഡിസിൻ തുടരാൻ പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ പെൺകുട്ടി അറിയും ഇപ്പം പ്രഗ്നൻ്റാണ്, അപ്പോൾ തന്നെ എല്ലാ മെഡിസിനും നിർത്തും. ഇല്ല കുഞ്ഞിനെ ബാധിക്കും എന്ന് പറഞ്ഞാൽ എല്ലാ മെഡിസിനും നിൽക്കും. അപ്പോൾ അവർ വരുന്നത് ചിലപ്പോൾ ഒരു അരമണിക്കൂർ ഫിറ്റ്സ് അടിച്ചിട്ടായിരിക്കും ഹോസ്പിറ്റലിലോട്ട് വരുന്നത്. അത് ഡെഫിനറ്റായിട്ട് കുഞ്ഞിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. മെയിനായിട്ട് നമുക്കിപ്പം വേണ്ടിയ ഒരു അവയർനെസ്സാണ്. ഇത്രയും നമുക്ക് മെഡിസിൻ അവൈലബിൾ ആണ്, ഇത്രയും നമുക്ക് അറിയാം ഈ അസുഖത്തിനെ പറ്റി, നമുക്ക് കൺട്രോൾ ചെയ്യാനൊക്കും. അപ്പോൾ എന്തിനാ നമ്മൾ ഈ മെഡിസിൻ നിർത്തിയിട്ട് പിന്നെയും ആ ഒരു സിറ്റുവേഷനിലോട്ട് വരേണ്ടത്? എസ്പെഷ്യലി അവർക്ക് ഈ പ്രഗ്നൻസിയും പോസ്റ്റ് പ്രഗ്നൻസി ഒരു വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു പീരീഡാണ്. ആ ഒരു പീരീഡിൽ ഒരിക്കലും നമ്മൾ ഫാമിലി മെമ്പേഴ്സായിട്ടോ ആ കുട്ടി തന്നെ ഒരിക്കലും മെഡിസിൻ നിർത്താൻ പാടില്ല. ആൻഡ് ഡെഫിനറ്റ്ലി ഫിറ്റ്സ് വന്നാലും അവർക്ക് പ്രശ്നമാണ്, അവർക്കും പ്രശ്നമാണ്, കുഞ്ഞിനും പ്രശ്നമാണ് ഈ ഒരു പ്രഗ്നൻസി പീരീഡിൽ. ഡോക്ടർ, ഈ അപസ്മാരം നിർണ്ണയിക്കാൻ എന്തൊക്കെ തരം ടെസ്റ്റുകളാണ് ഉള്ളത്? ഈ അപസ്മാരത്തിൻ്റെ മെയിൻ ഒരു ഡയഗ്നോസിസ് ഹിസ്റ്ററിയാണ്. നമ്മൾ ഏത് ഏജിലാണ് ഇത് വന്നത്, ഏത് പ്രായത്തിലാണ് വന്നത്, കുഞ്ഞുങ്ങൾക്കാണോ വന്നത്, ഒരു 60-70 വയസ്സുള്ള ആളിനാണോ വന്നേക്കുന്നത്, ആദ്യം അതാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ ഇത് അപസ്മാരം ആണോ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കുന്നത്. ചിലപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു ഹാർട്ട് സംബന്ധി പ്രശ്നമായിട്ട് തലയിറങ്ങി വീണ ഒരാൾ അപസ്മാരമാണോ, ഹാർട്ടിൻ്റെ പ്രശ്നമാണോ, ഹാർട്ടിൻ്റെ ഗതിയുടെ വ്യത്യാസമാണോ എന്ന് നമ്മൾ അറിയണം. അല്ലെങ്കിൽ നമ്മൾ മെഡിസിൻ കൂട്ടിക്കൊണ്ടിരിക്കും, പക്ഷെ ആളിങ്ങനെ വീണുകൊണ്ടിരിക്കും, അതിൻ്റെ ആയിട്ടുള്ള പ്രയാസങ്ങൾ വരും. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഈ ഈ അപസ്മാരം അല്ലാത്ത എന്തെങ്കിലും രോഗമുണ്ടോ. ഓക്കെ, പിന്നെയാണ് നമ്മൾ ഹിസ്റ്ററി ആയിട്ട് ചോദിക്കുന്നത്. ഇപ്പം ഒരു അപസ്മാരം വരുന്ന ഒരാൾ, ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരു കുട്ടി, ഒരു 15 വയസ്സുള്ള ഒരു കുട്ടി രാവിലെ എണീക്കുമ്പോൾ എപ്പോഴും ഞെട്ടലാണ്. രാവിലെ എണീക്കുമ്പോൾ ഞെട്ടുക, അല്ലെങ്കിൽ കയ്യിലെ സാധനങ്ങൾ കയ്യിൽ നിന്ന് വീണ് പോവുക, അങ്ങനെയൊക്കെ ഉണ്ടാവുക. പിന്നെ ഒരു ദിവസം രാത്രി ഫിറ്റ്സ് വന്നിട്ടാണ് ആൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോഴത്തേന് ഉറക്കത്തിലായി ഫിറ്റ്സ് വന്നേക്കുന്നത്. ആൻഡ് ആദ്യം എണ്ണീട്ടത് ഒരു സ്വരം കൂടെ എണ്ണീട്ട്, പിന്നെ കൈയും കാലും പിടിച്ചിട്ട് കൈയും കാലും അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. മൂത്രം പോയി, പതേ ഒരു സൈഡിലോട്ട് മുഖം പോയി പത വരുമായിരുന്നു. ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു പർട്ടിക്കുലർ രീതിയുണ്ട്. അപ്പോൾ നമുക്ക് പറയാം ഈ ടൈപ്പുള്ള അപസ്മാരം ആയിരിക്കാം. അപ്പോൾ തന്നെ ഒരു 80%-ഉം 90% ഉള്ള ഡയഗ്നോസിസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു, സ്കാനും EEGയും ഇല്ലാതെ. പിന്നെ ചിലർ പറയും കുറച്ച് കഴിഞ്ഞായിരിക്കും ഇങ്ങനെ പറയുന്ന, ഒരു 20-22 വയസ്സിലായിട്ടാണ് ഈ അപസ്മാരം തുടങ്ങിയത്. അവർ സഡൻലി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒക്കെ അനക്കിക്കൊണ്ടിരിക്കുക, ഒരു സ്റ്റക്കായ പോലെ ഇരിക്കുക, എന്ത് ചെയ്യുന്നത് അതൊക്കെ വിട്ടിട്ട് തന്നെ അവർക്ക് ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടാവുക. പിന്നെ അത് കഴിഞ്ഞ് ഫുൾ ഫിറ്റ്സ് ആയിട്ട് വരിക. അപ്പോൾ അത് വേറെ ടൈപ്പുള്ള അപസ്മാരമാണ്. അപ്പോൾ തന്നെ നമുക്ക് അറിയാം ഇത് ഈ ടൈപ്പ് ഉള്ളതാ, ഇതിൻ്റെ മെഡിസിൻ ഇതായിരിക്കും നല്ല, മറ്റേതിൻ്റെ മെഡിസിൻ അതായിരിക്കും നല്ല. പിന്നെ ഈ സപ്പോർട്ടീവായിട്ട് ചില ടെസ്റ്റ് നമ്മൾ ചെയ്യിപ്പിക്കും. സ്കാൻ നമ്മൾ ചെയ്യുന്ന, സപ്പോസ് ഈ സെക്കൻഡ് ടൈപ്പ് ഉള്ളത് ഞാൻ പറഞ്ഞല്ലേ, ഈ ഒക്കെ ചവച്ചുകൊണ്ടിരിക്കുന്നത്, അത് ടെമ്പോറൽ ലോബ് എപ്പിലെപ്സിയിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിന് നമ്മൾ സ്കാൻ ചെയ്യുമ്പം ആ ഒരു ഏരിയയിൽ നമ്മൾ എന്തെങ്കിലും അടയാളം കണ്ടാൽ അപ്പോൾ നമ്മുടെ കൺഫേംഡായി, ഒരു 100% ഡയഗ്നോസിസ് ആയി നമ്മുടെ. സോ അതിനു വേണ്ടിയാണ് നമ്മൾ സ്കാൻ ചെയ്യുന്നത്. പിന്നെ EEG നമ്മൾ ചെയ്യുന്നത് വേറെ എന്തെങ്കിലും രീതിയിലായിട്ടുള്ളത് ഉണ്ടോയെന്ന്. ഇപ്പോൾ ആദ്യത്തെ കുട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞ, അവർക്ക് ചിലപ്പം വേറെയുള്ള ഫിറ്റ്സും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും അടയാളം EEGക്കകത്ത് നമ്മൾ കാണുന്നുണ്ടോ. അപ്പോൾ ചില മെഡിസിൻ ചില അപസ്മാരത്തിന് നമുക്ക് കൊടുക്കാൻ ഒക്കത്തില്ല, ചിലതേ കൊടുക്കാൻ ഒക്കുള്ളൂ. അതൊക്കെ ഡിസൈഡ് ചെയ്യാനായിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. മെയിൻ നമ്മൾ ചെയ്യുന്നത് സ്കാനും MRI സ്കാനും EEGയാണ് ചെയ്യുന്നത്.
പിന്നെ ഈ കൂടുതൽ ഫിറ്റ്സ് ആയിട്ട് വരുന്നവർക്ക്, അല്ലെങ്കിൽ ഫിറ്റ്സിൻ്റെ കൂടെ തന്നെ അവർക്ക് വേറെ പ്രശ്നങ്ങൾ, നടക്കാനുള്ള പ്രശ്നം, ഞെട്ടൽ, എപ്പോഴും ഞെട്ടൽ വന്നുകൊണ്ടിരിക്കുക, നടക്കാൻ പ്രശ്നം വരിക, കാഴ്ച കുറവാവുക, അങ്ങനെയുള്ള ആൾക്കാർ ഒരു സാധാരണ അപസ്മാരമായിട്ട് നമുക്ക് എടുക്കാനൊക്കത്തില്ല. അത് ചിലപ്പോൾ ഒരു സിൻഡ്രോമിക് ആയിരിക്കും. എന്ന് വെച്ചാൽ കുറേ പ്രശ്നങ്ങൾ കാണും അവർക്ക്, അത് ഒരുമിച്ച് വരുന്ന ഒരു ഡയഗ്നോസിസ് ആവേണ്ടി. അതിനാണ് നമ്മൾ കൂടുതലും ഇൻവെസ്റ്റിഗേഷനൊക്കെ പറയുന്നത്. ഡോക്ടർ, നമ്മുടെ വീടുകളിൽ ഈ അപസ്മാരം കണ്ടാൽ, കുട്ടികളിലോ മറ്റു ആൾക്കാരിലോ അപസ്മാരം, നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത് ഡോക്ടർ? ഇപ്പോൾ ഒരു അപസ്മാരം വീട്ടിലുള്ള ആർക്കെങ്കിലും വന്നാൽ ആദ്യം ചെയ്യേണ്ടത് പാനിക് ഒരിക്കലും ചെയ്യരുത്. ഇപ്പോൾ ഇരുന്നുകൊണ്ടായി ഫിറ്റ്സ് വന്നെങ്കിൽ ആദ്യം കൊച്ചിനെ താഴെ തറയിൽ കിടത്തുക, കട്ടിലും അല്ല തറയിൽ കിടത്തുക, ഒരു സൈഡിലോട്ട് മുഖം ആക്കി കൊടുക്കുക. ബിക്കോസ് ഈ അപസ്മാരം വരുമ്പോൾ അതിൻ്റെ ഒരു മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ അവരുടെ ഈ റിഫ്ലെക്സസ് എല്ലാം പോവും. അപ്പോൾ അവർ ഛർദ്ദിക്കുക, അല്ലെങ്കിൽ അവരുടെ കഫം തന്നെ ചിലപ്പം നെഞ്ചിലോട്ട് പോയിട്ട് അവർക്ക് ശ്വാസം എടുക്കാൻ ഒക്കാതെ വരാൻ സാധ്യതയുണ്ട്. അതിനാണ് നമ്മൾ ഒരു സൈഡിലോട്ട് ആളിനെ ആക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചാവി എടുക്കാൻ പോവോ ചപ്പലെടുക്കാൻ പോവൊന്നും ചെയ്യരുത്. ചിലർ ചപ്പൽ മണപ്പിക്കും ഫിറ്റ്സ് നിർത്താനായിട്ട്. അതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ജസ്റ്റ് അവിടെ കൂടെ ആളിൻ്റെ കൂടെ ഇരിക്കുക. അടുത്ത എന്തെങ്കിലും സോഫയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക, ആളിന് ഫിറ്റ്സ് വരുമ്പോഴത്തേനും അവർക്ക് തട്ടാതിരിക്കാനായിട്ട്. ആൻഡ് യൂഷ്വൽ ഉള്ള ഒരു ജന്നി എന്ന് വെച്ചാൽ ഒരു 1-2 മിനിറ്റ് ആയിരിക്കും നമ്മൾ കാണുന്നത്. അപ്പോൾ സാധാരണ ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞ് ആ ജന്നി നിൽക്കും. അത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് ആളിനെ കൊണ്ടുപോകാം. നീണ്ടു നിൽക്കുന്ന ഒരു ജന്യാണെങ്കിൽ, എന്ന് വെച്ചാൽ 2 മിനിറ്റിനെക്കാട്ടിലും ഒരു 5 മിനിറ്റിനെക്കാട്ടിലും കൂടുതൽ നിൽക്കുന്ന ഒരെണ്ണമാണെങ്കിൽ ചിലപ്പോൾ അത് നമ്മൾ ജസ്റ്റ് നിന്ന് നോക്കിയിട്ട് ചിലപ്പോൾ നിർത്താൻ ഒക്കത്തില്ല. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഹോസ്പിറ്റലിലോട്ട് അത് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത വിഷയം അപസ്മാരത്തെക്കുറിച്ചാണ്. ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് കൊച്ചി കിംസ് ആശുപത്രിയിലെ ന്യൂറോളജി വിഭാഗം ഡോക്ടർ ജീൻ ആൻഡ് തോമസ് ആയിരുന്നു. അപസ്മാരത്തെക്കുറിച്ചുള്ള നമ്മുടെ ഇന്നത്തെ ചർച്ച എല്ലാ പ്രേക്ഷകർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നന്ദി.